പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ 11ാം ദിവസത്തിലെത്തുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടലല്ല എന്നത് വ്യക്തമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആവിഷ്കരിക്കുന്ന സൈനിക നീക്കങ്ങളും ശക്തമായ മുന്നറിയിപ്പുകളും ഈ പോരാട്ടം കൂടുതൽ വ്യാപിക്കാനിടയുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത്. ഇറാൻ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കുറച്ച് മിസൈലുകൾ മാത്രമാണ് പ്രയോഗിച്ചതെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് യുദ്ധം ശമിപ്പിക്കുമെന്ന് ഉറപ്പില്ല. പലപ്പോഴും യുദ്ധങ്ങളിൽ താൽക്കാലിക നിശബ്ദതകൾ വലിയ ആക്രമണങ്ങൾക്ക് മുൻപുള്ള ഇടവേളകളാവാറുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ആഗോള എണ്ണ വിതരണത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. യുഎസിനും ഇസ്രയേലിനും എതിരായ നീക്കങ്ങൾ തുടരുകയോ എണ്ണക്കപ്പലുകളെ ആക്രമിക്കുകയോ ചെയ്താൽ ഹോർമൂസ് കടലിടുക്ക് അമേരിക്ക പിടിച്ചെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രയേൽ ആസ്തികൾ ഇറാൻ ലക്ഷ്യമിടുകയോ എണ്ണക്കപ്പലുകളെ തടയുകയോ ചെയ്താൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്ന് CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് പറഞ്ഞത്.